ഏകക്കുട്ടി വൈകിട്ട് കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് രാത്രിയായി. ആൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ചാക്കയിലുള്ള ചായപ്പോട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. നമ്മൾ നടന്നാണ് പോകുന്നത്. വീട്ടിൽ നിന്നും വളരെ അടുത്താണ് നമ്മളെ ചായപ്പോട്ടുള്ളത്. അങ്ങനെ നടന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും അച്ഛനെ വട്ടം ഇട്ട് പിടിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഓറിയോ ഷേക്ക് വേണം, ഒരാൾക്ക് സ്ട്രോബെറി ഷേക്ക് വേണം. എനിക്കൊന്നും വേണ്ടാത്തത് കൊണ്ട് എൻ്റെ വയറ് ഫുള്ളായിരുന്നു. ഞാനൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ ഇരിപ്പുറപ്പിച്ച് ഇങ്ങനെ വായി നിൽക്ക് നോക്കി ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടും വയ്യ. ഏകദേശം 11 മണി ആയിട്ടുണ്ടായിരുന്നു. ഏകുട്ടി ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയി ഇരിപ്പുറപ്പിച്ചു അവളുടെ ഷേക്കിന് വേണ്ടിയിട്ട്. അവളുടെ ഷേക്കാണ് ആദ്യം കിട്ടിയത്. അല്ലൂസ് കുറച്ച് ചോദിച്ചിട്ട് അവൾ അപ്പം തന്നെ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവളുടെ തനി സ്വഭാവം അവൾ പുറത്തെടുത്തു. പിന്നെ അല്ലുക്കുട്ടൻ പോയി വാതിക്കൽ നിൽപ്പായി. അങ്ങനെ അല്ലുക്കുട്ടൻ്റെ ഷേക്ക് കിട്ടിയിട്ടുണ്ട്. ഷേക്ക് കിട്ടിയപ്പോൾ ആളുടെ മുഖം കണ്ടപ്പോഴേ അറിയാലോ അതത്ര അങ്ങോട്ട് രസിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ തന്നെ കുടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് പോയിരുന്ന് മാറി കുടിക്കുവാണ്. ഏക്കുട്ടി പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഇച്ചിരി ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്.